ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നേരെ അതിരപ്പള്ളി വഴി വാൽപ്പാറ വഴി നമ്മളങ്ങനെ നേരെ പൊള്ളാച്ചി വഴി നേരെ അങ്ങോട്ട് പോകാനുള്ളൊരു ചെറിയ ട്രിപ്പായിട്ട് തീരുമാനിച്ചു. ഒന്നാമതെന്താ വെച്ചാൽ ഇപ്പോൾ സമയമുണ്ട്, പിന്നെ ഇപ്പോൾ 2 മണിയായി. നമ്മൾ ഏകദേശം ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് എത്തുന്നു വിചാരിക്കും അല്ലേ? എന്തായാലും പോയോക്കട്ടെ. അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ അതിരപ്പള്ളി വാഴച്ചാല് വഴി നമ്മൾ വാൽപ്പാറ കയറും. വാൽപ്പാറ കയറിയിട്ട് നമ്മളങ്ങനെ കാട്ടുകൂടെ പോകാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ എല്ലാവരും സംഭവം കല്യാണത്തിന് വന്നതാണ്. പക്ഷെ കല്യാണത്തിന് വന്നപ്പോഴാണ് ഇങ്ങനെ തീരുമാനം ഉണ്ടായത്. ഇത് അതെ, അപ്പോൾ എല്ലാവർക്കും പോകണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പോൾ കാട്ടുകൂടെ പോകണമെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ എന്തായാലും കണ്ടതിൽ ഏറ്റവും നല്ല കാട് വാൽപ്പാറ. പല ആനനൊക്കെ കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ അടുത്ത നമ്മൾ അവിടെ എത്താൻ നേരത്തുള്ള വീഡിയോസ് ഇനി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഷൊർണൂർ എത്തിട്ടോ. ഷൊർണൂർ ഇതാ ആ റോഡിനാണ് പോയ റെയിൽവേ സ്റ്റേഷൻ. ഇത് നമ്മൾ പാലത്തിന് പേര് ചെറുതുരുത്തി പാലം കിടക്കാൻ പോവാണ്. അപ്പോൾ ഷൊർണൂർ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ജംഗ്ഷൻ എത്തിയിട്ട് കാണിച്ചു തരാം. ഒരു പൊളിഞ്ഞ പാളിയ പാലില്ലേ, അതെവിടെയാണ്? ഇതിന്റെ അപ്പുറത്ത് ഈ പാലല്ല, ഇത് റെയിൽവേ പാലാണ്. ചെറുതുരുത്തി റെയിൽവേ പാലം. അവിടെ റോഡ് കച്ചറയാണ്. അത് പഴയ പാലം. അതാണ് നമ്മള് ട്രെയിനിന്റെ പാലം. ആ കാണുന്നതാണ് ട്രെയിനിന്റെ പാലം. പൊളിഞ്ഞാടിയതാണ്. അതൊക്കെ നേരാക്കിയപ്പോ അങ്ങനെ ഇട്ടിട്ട് പൊളിഞ്ഞാടിയതല്ലേ. ഇവിടെ അല്ലേ? ഇവിടെ നമ്മള് താമസിക്കുന്ന അദ്ദേഹത്തിനെ പോയിട്ട് അവിടെ ഷൂട്ടിങ്ങിന് വന്നിട്ടേ തൃശ്ശൂരാണുള്ളത്. സൈഡ് തരൂ. മൊബൈൽ നോക്കി നിൽക്കാം. അവനടിച്ച് കയറിക്കോ. അവൻ ഫോണ് നോക്കണം. അപ്പൊ നമ്മള് ഹൈവേ കയറി അല്ലേ? ടോളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എൻജോയ് ആയിട്ട് ഇങ്ങനെ പോവാണ്. അത് വേറെ റൂട്ടാണ്. ടോള് കട്ട് ചെയ്യണ ആമ്പല്ലൂർ വഴി വേറെ റൂട്ടിലേക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. ആമ്പല്ലൂർ ചെന്ന് ചാടുന്ന റൂട്ടിൽ അങ്ങനെ വേണമെങ്കിൽ ഇസ്മായിൽ ഖാനായിട്ട് വരണല്ലേ ബന്ധപ്പെടുക. ടോളിന് നമ്മള് പൈസ കൊടുക്കാതെ നമ്മളിങ്ങനെ കേസിലായിട്ട് നമ്മള് ഹൈവേ കൂടെ ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മള് എത്തുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിരപ്പള്ളി പോയിട്ട് നമ്മള് പറ്റും. 4 എന്ത് കട്ട 4 നേരത്തെ 2 കട്ട നമ്മള് പൊത്തിക്കണം. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തുന്നുള്ള പ്രതീക്ഷയില് എന്തായാലും നമുക്ക് ക്യാമറമാൻ ഇസ്മായിലിനൊപ്പം മജീദ്. ആ മല എന്തെങ്കിലും കാണൂലടാ.
പാട്ട് പാടുണ്ടല്ലോ. ഞാൻ കൂട്ടാക്കിയതാണ്. എന്നാ പഹയ പറയണ്ട. അത് കുഴപ്പമൊന്നുമില്ല. പാട്ട് വെക്കല്ലേ? പാട്ടൊക്കെ അത് കാട്ടുകാരി നമ്മള് പാട്ടൊക്കും. കാട്ടുകറി പാട്ടില്ല. അപ്പൊ ഗ്ലാസ് ഒക്കെ തുറന്നിടും. എന്താ അപ്പൊ ഗൈസ് നമ്മള് അതിരപ്പള്ളി റൂട്ടിന് കേറിട്ടോ. അതിരപ്പള്ളി റൂട്ടിന് ഇങ്ങനെ പോയി. മെയിൻ റോട്ടിൽ നിന്ന് അതിരപ്പള്ളി റൂട്ടിനാണ് ഇപ്പൊ ഉള്ളത്. അപ്പോൾ ഇപ്പൊ സമയം എത്രയായി? 3:56. 4 മണിയായി. ഇനി 29 കിലോമീറ്റർ കൂടി ഓടാണ്ട്. എത്തൂലേ എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും പോയോക്കാം, കാണാം. അതിരപ്പള്ളി റൂട്ടിനാണ് ഇപ്പൊ നമ്മളുള്ളത്. അതിരപ്പള്ളി റോഡാണ്. വിട്ടൂട് കാപ്പിയേ. ഇതാണ് നമ്മൾ അതിരപ്പള്ളിയുടെ ഒരു മെയിൻ സ്ഥലം എത്തിട്ടോ. ബോർഡ് ഉണ്ടല്ലേ? ബോർഡ് ഫുള്ള് തേക്കാടാണ്. അതിരപ്പള്ളി തുടങ്ങിയെന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. നോക്കട്ടെ ഇപ്പൊ ശരിയായിട്ടാ. ഇപ്പളേ ആവി പോയി കിട്ടി. എങ്ങനെ സൗണ്ടിൽ വരിക? അതൊക്കെ സൗണ്ട് ഞാൻ മൂട്ടാക്കൂലേ? മൂട്ടതാക്കിയാലും വേണ്ടില്ല, കഞ്ഞാക്കിയാലും വേണ്ടില്ല. ഞങ്ങളുടെ കാലം എന്ത് കായം? ഇതൊക്കെ ഷെയർ ചെയ്ത് വന്നാലേ ഞങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അത് ഞങ്ങൾക്ക് എത്താൻ പറ്റും. എന്ത് ഷെയർ ചെയ്യാ? ഇനി അടുത്തത് ഹലോ ഗൈസ്, ഇവിടെ നമ്മള് അതിരപ്പള്ളിന്ന് നമ്മളെ വാൽപ്പാറയൊക്കെ കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാളെ പേടിച്ച് തൂറുന്നത് നമ്മള് ശരിക്ക് കാണാം. ആന മുന്നിലിട്ട് വന്ന് പെട്ടിട്ടുള്ള ആ ഒരു വിഷയം നമുക്ക് നേരിട്ടിട്ട് കാണാം. എന്തായാലും ഒരാൾക്ക് ഭയങ്കര പേടിയാണ്. ആനനല്ല പേടി, നായ്ക്കളെ. അപ്പൊ ബാക്കിയുള്ള പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. തീർച്ചയായിട്ടും പിന്നെ ആ പെണ്ണിന്റെ ഒപ്പം പോകുമ്പോഴാണ് നമ്മളെ മറ്റേ ഇതിന്റെ കായ ഇട്ടിട്ടുള്ളതാണ്. നമ്മളെ പാമോലിവിന്റെ മരങ്ങളാണ്. പാമോയിലിന്റെ മരങ്ങളാണ്. അവിടെ എത്തിട്ടോ. പാമോയിൽ ആടാ, നമ്മളെ പാമോയിലിന്റെ മരമാണ്. എവിടേക്ക് എത്ര ഉണ്ട് നോക്കിയില്ല. നമുക്ക് കാണാം വരുമ്പോഴേ. ട്രാഫിക്കാണ് കേസ്. ട്രാഫിക് സിവിലിയുടെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് കാണണം. അതാണ് അത്ര മുന്നിലൊരു വണ്ടിയിലോ എന്തുണ്ട് വണ്ടി. ഇതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇവിടെ കേസ് അങ്ങനെ നമ്മള് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് എത്തി. പക്ഷേ കല്യാണം കഴിഞ്ഞ ടീമുണ്ടല്ലേ? കല്യാണം കഴിഞ്ഞ പരിസരം ചെയ്യില്ല. വാങ്ങിച്ചില്ല. അപ്പോ നമ്മള് അതിരപ്പള്ളി കയറി. അല്ല, അതിരപ്പള്ളിന്ന് വാൽപ്പാറ റൂട്ടിന് കയറി
ചെക്ക് പോസ്റ്റിൽ കഴിഞ്ഞു, ചായ കുടിച്ചു. അവിടെ വെള്ളം മേടിച്ചില്ലേ? അത് കഴിഞ്ഞ് നമ്മൾ പോവാണ്. ഇനി ഇതിൽ കൂടെ എന്തൊക്കെ കാണുന്നുള്ളതാണ്. എന്തായാലും പോയോക്കാം. ആകെ എക്സൈറ്റ്മെന്റ് ആണ്. അതെ, ഒന്നും കാണരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഉള്ളു അറിയില്ല. അല്ലല്ല, വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരും. ഇഷ്ടം പോലെ. അപ്പൊ ഇനി റിട്ടേൺ കിട്ടുണ്ടാവില്ലല്ലോ. റിട്ടല്ല അല്ല നമ്മളല്ല വേറെ വണ്ടികൾ റിട്ടേൺ വരുന്നുണ്ടാവും. റിട്ടേൺ വരുന്നുണ്ടാവും, ഇഷ്ടം പോലെ വണ്ടികളുണ്ടാവും. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കയറിയ പോലെ അവിടുന്ന് കയറിയ സ്റ്റെപ്പ് ഇതേപോലത്തെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. KSRTC ഉണ്ടാവും, പിന്നെ കാറുകൾ മാത്രം ഉണ്ടാവും. ബൈക്ക് പറയാൻ ബൈക്ക് ഉണ്ടാവും. അപ്പളാ വിടുക. എന്താ വെച്ചാൽ ആകെ ചെറിയ റോഡല്ലേ. ഈ റോഡ് നമുക്ക് അറിയാനായിട്ടാണ് മോനെ. അല്ലെങ്കിൽ കുറച്ച് സമയം നമുക്ക് കാണാൻ പറ്റുമല്ലോ. എനിക്ക് തുറന്നിട്ട് പോകാൻ നല്ലത്. മഴയില്ല, അത് തുറന്നിട്ടല്ലോ. തുറന്നില്ല. ഈ വഞ്ഞ സ്ഥലങ്ങൾ കണ്ടിട്ട് അങ്ങനെ പോവാ. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒന്ന് മെല്ലെ 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 ഒക്കെ ഇതാക്കിട്ടാ. അതായത് ആ ഗ്ലാസ് ഒക്കെ തുറന്നോ? കാനുണ്ടോ ആനകളൊന്നും കാണാൻ ആനുണ്ടല്ലേ? ഇവിടെ കാനുണ്ടാകുന്ന സ്ഥലമാണ്. കുറവാണ് നിങ്ങളല്ല ഇതിനെന്താ ഈറ്റ ഈറ്റ, അതൊക്കെ ഈറ്റ. തെളുത്ത് വരൂലേ ആ ടൈമിൽ ആന നല്ല ഇറങ്ങാം. പിന്നെ വെളുത്തവാവില്ലേ അന്നത്തെ ദിവസം നല്ല ഇറങ്ങും. നമ്മള് പറയാൻ കാലത്ത് ഊട്ടികൾ പോകുമ്പോഴേ പാണ്ടിക്കാട് പഴച്ചാണ്ട് ആൾക്കാർ പറയാത്. അപ്പൊ ഞങ്ങള് പോകുന്നത് വെളുത്തവാവി ഇട്ടാകുമ്പത്തിനൊന്നും ആവില്ല. നമ്മൾ വലിച്ചിട്ട് തന്നെ പോകേണ്ടി വരും. അല്ല നല്ല വണ്ടിയുടെ അവസ്ഥയാണ്. വണ്ടി എന്താ അവസ്ഥ? ചെപ്പീനുണ്ട്. പിന്നെയല്ല വണ്ടിയുടെ ഇഞ്ചിന്റെ അതൊന്നും അങ്ങനെ വണ്ടി കണ്ടീഷനാണ്. നാടനാണ്. അത് പോത്തന്നെയാണ്. വീടുകളൊക്കെ ഉണ്ടാവുമോ? ആദിവാസികളുണ്ടാവും. ഇവിടെ തമിഴ്നാടായില്ലേ, കേരളമാണ്. ഇതാ തമിഴ്നാട് ആകണുള്ളൂ. ഈ ചെക്ക് പോസ്റ്റ് കടക്കുന്നവരെ ഇതന്നെ ഇത് കേരള ചെക്ക് പോസ്റ്റ് തന്നെ. അല്ല, ഇനി ഒരു ഓട്ടോകളൊക്കെ വരണ്ട്. അടുത്ത ചെക്ക് പോസ്റ്റ് എത്തുന്നവരെ കേരളത്തിന്റെ തന്നെയാണ്. അവിടെ നമ്മളിത് കൊടുക്കണം പറഞ്ഞു. അവിടെ പൈസ കൊടുക്കണം. പൈസ കൊടുക്കണം. നമ്മളിവിടുന്ന് കടന്നതിന്റെ ഇത് അവിടെ നമ്മൾ ഇവിടുന്നാണ്ട് എത്തി എന്നുള്ളതിന്റെ തെളിവാണ്. ഇവരെല്ലാം കൊടുങ്ങാ. എത്ര ആൾ പാസ് കൊടുത്ത് എത്ര ആൾ അവിടെ എത്തി എന്നുള്ളതിന്റെ കറക്റ്റ് ഇത് അവിടെ എത്തിയാ നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ മിസ്സിംഗ് ഉണ്ടെങ്കിൽ അറിയണം. അത് രണ്ടും അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കിയാ 3 ആനയുടെ ഇടയിൽ കൂടെ പോകുന്നത്. 12 ഈ സൈഡിൽ 1 ഈ സൈഡിൽ. ഈ റോഡിന് അല്ല അവിടേക്ക് ഊട്ടി പോകുന്നത്. തിരിക്ക് എപ്പോ എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടാവോ? 2, 3, 4 ഒരു മാസം വരിക. മുമ്പ് ഇന്നലെ നമ്പർ വെച്ച് ലീഗിന്റെ അതിനിടെ ചാടം ഉണ്ടോന്ന് നോക്കുമ്പോ അപ്പൊ മെസ്സേജ് വെച്ച് അവിടെ മേലെ കോട പോവാ ലണ്ടനിൽ പോവാ. ചെറിയ വെള്ളച്ചാട്ടം അല്ലേ? സൈഡ് മാത്രല്ലേ അവിടെയൊക്കെ മെല്ലനെ പോണ്. അതൊക്കെ എന്താ അറിയോ? അല്ല, ഇതൊക്കെ ഈറ്റാണ്ടോ? ഇതൊക്കെ ആന വന്നിട്ട് തിരിയതാണ് പോയതാണ് ഇതൊക്കെ. വണ്ടി എന്തേ കണ്ടിക്കണവന് പെട്ടെന്ന് ആ വണ്ടിക്ക് വണ്ടി നിർത്തിയാൽ നിർത്തല്ലടാ. ഓണടിപ്പിച്ച് പോലെ വായിപ്പിക്കേണ്ടില്ല. അങ്ങനെ ഒരിക്കലും ഓണടിക്കരുത് പേച്ചിട്ട്. നമുക്കറിയില്ലോ ചോട്ടി വലിയ വണ്ടിയിലൊന്നും ഇറങ്ങിക്കൂടോ. എനിക്ക് വലിയ വണ്ടിയിൽ നമുക്ക് ഇറങ്ങിക്കൂടെ അല്ലേ? ആ കുണ്ടിക്കോ എങ്ങനെ ഇറങ്ങും? നല്ല കുണ്ടാണ്. അത് ശരിയാ. ഇനി വേണമെങ്കിൽ കയ്യൊക്കെ വേണ്ട അങ്ങനെ മെല്ലെ പോയാൽ മതി. നമുക്ക് ഓട്ടോക്ക് ഇത് പോണ്ട. എന്താ അറിയോ? ഇവര് മുന്നിൽ പോകുന്നത് നല്ലതാണ് നമുക്ക്.
നമ്മുടെ വണ്ടി മുന്നിൽ വേണമെന്ന് പറയാം. നടപടിയാവൂല. ഒട്ടുമില്ല. താഴത്തേക്കാണ് പോയി കാലയാണ് അവിടെ ആനപ്പിണ്ടി കിടക്കണോക്ക് ഒക്കെ ചറിഞ്ഞറിഞ്ഞ് താഴത്തുണ്ടാവും. അന്നാറ് കണ്ടില്ല. ആനപ്പിണ്ടിയും ആന അല്ലെങ്കിൽ ആനപ്പിണ്ടിയും കാണിച്ചു കൊടുക്കണം. അത് പറഞ്ഞാൽ പറ്റില്ല, ഇത് കാണില്ല. വേണം അവിടെ അട്ട അല്ലാണ്ട് കേട്ടോ. ആ വെള്ളത്തിൽ പോയിട്ട് അട്ട കയറിണ്ടാവും കാൽമേ. ഞങ്ങളന്ന് ബൈക്ക് പോകുമ്പോ എത്ര അട്ട കയറിച്ചിട്ടാ. ഫുള്ള് മഴയത്തല്ലേ പോണത്. വേറെ വിഷയം ഇറങ്ങിയ പണിയാ. റോട്ടിലാണെന്നുണ്ടെങ്കിൽ പണിയാണ്. ലോക്കല്ല ബെൽറ്റ് പിടിക്കണം. മെല്ലെ മെല്ലെ പോയാൽ മതി. ആന വരുന്നുണ്ടെങ്കിൽ റിവേഴ്സ് പോയിക്കോട്ടോ. ഒരിക്കലും ധൃതി കൂട്ടണ്ടേ. മെല്ലെ റിവേഴ്സ് പോയാൽ മതി. സൈഡിലാവും. പോവാ. ഓണെടുക്കരുത്. ക്യാമറ പിള്ളമാര് സമാധാനം ഉണ്ട്. ക്യാമറ അല്ല ഇതിന്റെ കാഴ്ച കാര്യം മറക്കണേ. ഇതില് മുന്നില് വണ്ടിയുള്ള കാരനേ മുന്നിലോട്ട് പോയാലോ? വേണണ്ട. ഇവര് വിചാരിക്കും ബാക്കിൽ ആൾക്കാരുണ്ടല്ലോ, സമാധാനം ഉണ്ട്. അല്ല ഇതിന് നമുക്ക് തരും. ഇവിടെ എവിടെയെങ്കിലും അവിടെ റോട്ടിലാവില്ലടാ. റോട്ടിലാണ് സൈഡിൽ എവിടെയെങ്കിലും ആവും. റോട്ടിലുണ്ടാവൂടാ. ഇങ്ങോട്ടൊക്കെ റിവേഴ്സ് എടുക്കാൻ സ്പീഡിൽ റിവേഴ്സ് എടുക്കരുത് കേട്ടോ. മെല്ലെ റിവേഴ്സ് എടുത്ത് പോന്നാ മതിയേ. കേട്ടോ ആനുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഒഴിവാക്കിക്കുന്നു. മെല്ലെ ഒരു ഡിസിഷൻസ് ഇട്ടിട്ട്. അല്ലെങ്കിൽ എന്താ അറിയോ, ഓൾക്ക് റിവേഴ്സ് എടുത്ത് വരാൻ കഴിയില്ല. നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴത്തേന് നമ്മളൊന്ന് മുട്ടും. അത് നോക്കണ്ട. പോയടാ താഴത്തേക്കൊക്കെ താഴത്തേക്ക് ഇറങ്ങിണ്ടാവും ചിലപ്പോ. ഒരകലം പാലിച്ചു പോട്ടോ. അകലം കുറച്ചും ബാക്കി കിട്ടുവാണ്. കാരണം എന്താ അറിയോ, മുമ്പ് ഉണ്ടായതാണ് ഇതേമാതിരി വണ്ടി ബാക്കി കൊടുന്ന് ഇടിച്ചിട്ട്. പറഞ്ഞ് പേടിപ്പിക്കില്ല ആദ്യം. പേടിപ്പിക്കില്ല. അല്ല ഒരു അകലം ഓൽക്ക് റിവേഴ്സ് എടുത്ത് വരാനുള്ള ഒരു സൗകര്യം നമ്മൾ എപ്പോഴും ചെയ്തു കൊടുക്കണം. അത് പോയിക്കില്ല. ആന കടത്തക്കണേ അല്ലാന്നുണ്ടെങ്കിൽ പോലും പോയില്ല. ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ നോക്കാം. കണ്ടാ മതി, രാത്രി കാണുന്നത് സീനാണ്. സീൻ എപ്പോൾ കണ്ടാലും സീൻ തന്നെയാണ്. കാരണം ഇവിടുത്തെ സിറ്റുവേഷനിൽ സീനാണ്. എല്ലാം എവിടെ കണ്ടാലും ഏത് സമയത്താണ്. ഇവിടെ എടുത്ത് വെള്ളം കുടിക്കാൻ എന്തിനൊക്കെ വന്നത് കളിച്ചിട്ട് വയ്ക്കണേ ഈ സാധനം കേട്ടാ. ഒരു വണ്ടാറ് ഗ്ലാസ് ഇതിന്റെ കയറ്റിന് തുമ്പിക്കായി കയറിച്ചിട്ട് വെച്ചിട്ട് നിങ്ങളെ ക്ലാസ് ഒരു പകുതി വെച്ച് കയറ്റിക്കോട്ടോ. ഞാൻ കാരണം നിങ്ങൾ തിരിച്ചു കയറ്റാനല്ലേ അതുപോലെ ഞങ്ങള് രണ്ട് സ്വിച്ച് ഇങ്ങനെ ചെയ്യുന്ന. അയ്യോ പേടിപ്പിക്കല്ലേ. കണ്ടേ ഈ സാധനം പാമ്പര് വരിക. ഇതിന്റെ ഇടയിലൊക്കെ ആന നിൽക്കുന്നുണ്ടാവും, നമ്മളറിയില്ല. ഇവിടെ ഏറ്റവും ഡേഞ്ചറുള്ള മെല്ലെ പോയാൽ മതിയാ. ഓരോരോ ഒരു കീപ്പ് ചെയ്തിട്ട് പോയാൽ മതി. ഈ ഏരിയയിലെ കൂടുതൽ വരിക. ഇത് ഇന്നാണ് പണ്ടാറങ്ങൾ വരിക.
ഇവിടെ അരുവിയുള്ള കാരനെ നിങ്ങൾ പാസ് ചെയ്യേ. ആദിവാസികളിതാ ഞാൻ പേടിച്ച് മഹന്മാര് ചവിട്ടിയപ്പോളേ അമ്മ കഴിച്ചോക്കണ്ടില്ല. എന്തിനേ കാണണ്ട. വാച്ചുമരം ആദിവാസി കോളനി 100 മീറ്റർ. ഇവിടെ നോക്കിയാൽ താഴത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും ആനില്ല. പറഞ്ഞ സ്ഥലമൊക്കെ എത്ര കിലോമീറ്റർ നമ്മൾ പോകും? ആന ഉണ്ടാവും, അവിടെ കൊണ്ട് ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടാവും. കേരളത്തിൽ ഇവിടെ സ്ഥലത്താ ഇവിടെയൊക്കെയാണ് നമ്മളെ അവിടുന്ന് പോലീസ് അവിടെ കാണാൻ പന്നിയലിപ്പോ ബൈക്കൊന്ന് മൂന്നാലും മണം മാറിയിട്ടുണ്ടാവും. ഇല്ല പോലെ അടിച്ച് മറിഞ്ഞിട്ട് ഇസ്മാലി ചെല്ല്. ഇസ്മാലി അങ്ങോട്ട് ചെല്ലടാ, ഇറങ്ങി ചെല്ലടാ. സീനാട്ടോ ഇത് വണ്ടി കൊടുത്താൽ ഇപ്പൊ എന്താ വണ്ടി ഇവിടെ അല്ല അവിടെ പ്രശ്നമില്ല. പ്രശ്നമില്ല. സൗണ്ടൊക്കെ എന്താ നമ്മളെ ആനയാണ്. ഫോറസ്റ്റേര് ഇതവിടെ ആനവണ്ടി വരുന്നുണ്ട്. ഒന്നുകൂടി ഉണ്ട് സൈഡ് വയ്ക്കുക. നമുക്കിത് കഴിച്ചില്ല. ശ്രദ്ധിച്ചോ. നല്ല പോയാൽ മതി കേട്ടോ. ലെഫ്റ്റ് സൈഡിലാവും കേട്ടോ. ഞാൻ നിൽക്കുന്നതൊക്കെ അറിഞ്ഞല്ലോ. ലെഫ്റ്റ് സൈഡിലാവും. ലെഫ്റ്റ് സൈഡിലാവും. പറഞ്ഞു ഇതെല്ലാം ആളെ പറ്റിക്കുക നായിക്കളെ. അല്ലടാ ഇത് ഉള്ളിലാടാ, ഒരു ഉള്ളിൽ കാണണ്ടേ, നമ്മള് പുറത്ത് വണ്ടിയിലല്ലേ. ഇവിടെ വളവിലുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ആ ആരെ നിർത്തി ഒന്ന് എത്തിക്കണോ? ആ നിർത്തി എടുക്ക് വെറുതെ നശിക്കുക. എനിക്ക് ഓടിച്ചെടുക്കുമ്പോ ഇങ്ങോട്ടാണ് ആന നിക്കണ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കൊമ്പനത്രേ ആനപ്പിണ്ടി തറക്കുന്നു. മെല്ലെ പോയിക്കോ. ഓണടിക്കേ ഒരിക്കൽ വാഴക്കാൻ പാടില്ല. നല്ല മഞ്ഞ് വരുന്നുട്ടാ. അയ്യോ മഞ്ഞിറങ്ങി. ഓടെ ഇറങ്ങി മഞ്ഞ്. ഓഹോ വൈപ്പർ ഒന്നിട്ട അപ്പുറം കൊമ്പനാന്ന് പെട്ടെന്ന് എങ്ങനെ മനസ്സിലായി? പറഞ്ഞില്ലടാ. വണ്ടി കെട്ടിക്കൊണ്ടുപോകാൻ കുടുങ്ങിയ തന്നെ. അതിന്റെ ബാക്കി പിടിക്കാം. ഓലൊക്കെ 4 മണിക്ക് കയറുന്നവരാണ്. ഇപ്പൊ സമയം എന്തായി? 6 മണിയാവരായി. 4 മണിക്ക് അല്ല ചെക്ക് പോസ്റ്റ് ബൈക്കേര് ചെക്ക് പോസ്റ്റിട്ട് കടന്നു പോകുന്നവരാണ്. 4 മണിക്ക് 4 മണിക്ക് ശേഷം പിന്നെ ബൈക്ക് വിടൂല. ആരിങ്ങനെ വേക്കുന്ന കാണണ്ട. അപ്പൊ കൊണ്ടേക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയാം, നമ്മള് ഏറ്റവും നല്ല ബാക്കിൽ വരികയാണ്.
ലെഫ്റ്റായിട്ടാ. ഇവിടെ വൈകുന്നേരം രാവിലെയുടെ പ്രശ്നം ഒന്ന് ഈ സമയത്ത് കുറച്ചുകൂടെ അടുപ്പിച്ച് വണ്ടി എടുത്തോ, എന്നാ പിന്നെ ഇങ്ങോട്ടേ കുത്താലോ. നമുക്ക് ഇപ്പല്ലേ ബാക്കിൽ പോയാൽ മതി. നമ്മളെപ്പോഴും നമ്മൾ സേഫ്റ്റി നമ്മൾ കണക്കാക്കണം. പെട്ടെന്നാവും അങ്ങനെ പോകുമ്പോൾ പെട്ടെന്നാവും ചവിട്ടുക. അപ്പം നമ്മൾ ബാക്കിൽ കൊണ്ടുപോയി കുത്തും, പിന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല. നമ്മക്കല്ലേ ചവിട്ടില്ലല്ലേ, വണ്ടി എടുത്തോണ്ടാൻ പറ്റണ്ടേ. ആ അവിടെ വണ്ടി നിർത്തിക്കണ്, ഓ മെല്ലനെ പോണുള്ളൂ. ഇല്ല അവിടെ ബസ് വരുന്നുണ്ട്, ബസ് വരുന്നുണ്ട്. ഇതിന് പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി അങ്ങനത്തെ വർത്താനം പറയല്ലേ, വീഡിയോ ഞമ്മക്ക് കുടുംബം കൊള്ളുള്ളൂ. ഒന്നും കാണാനില്ല അവിടെ. കോട ഇറങ്ങിട്ടോ, കോടയിറങ്ങി മക്കളെ, കോടയിറങ്ങി മക്കളെ. കാടവിടെയാണ് മക്കളെ, റോഡവിടെയാണ് മക്കളെ. അതിന്റെ മക്കളെ അറിയില്ല. അടച്ചോനെ ഡാർക്ക് ഡാർക്ക് പോയാ ബേബി. ഒന്നും മഴത്തുള്ളിയാണ് മാറാൻ വേണ്ടി ചെയ്യുന്നത്. ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണില്ല. എങ്ങോട്ട് പിന്നാറേ ആന മുന്നിൽ വന്ന് കിടന്നാലും വരാനാവും. ഞാൻ വരുന്നത് ചേട്ടാ, മഴയും പെയ്യുണ്ട്, നല്ല ചേരായി. ആടവിടെ മക്കളെ മഴയുടെ സീനട്ടപ്പെടെ, കാരണേ ഇടിഞ്ഞ അവിടെ നനഞ്ഞ് നിൽക്കുകയാണേ, അതാണ് പ്രശ്നേ. അങ്ങനത്തെ പ്രശ്നമില്ല. നിങ്ങൾ ഇങ്ങനെ പേടിയുള്ള ആൾക്കാർ നായ്ക്കട വരെയായിരുന്നു. ആന ഇറക്കരുതെന്നുള്ള പേടി. എന്താ സംഭവിക്കും? ആന പോയിരുന്നാണ് അതല്ലേ മഞ്ഞുമൽ ബോയ്സ് കാട്ടുകൂടെ വരുന്നെന്ന് പറയാം. അല്ലേ, അതല്ലേ മഞ്ഞുമൽ ബോയ്സ്. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാവരും പറഞ്ഞാണ്. അത് എവിടുന്നാണ് എങ്ങനെ കിട്ടാന്ന് പറയാനില്ല. സംഭവിച്ചു ഞാൻ എത്തിക്കാം, അത്രേ ഉള്ളൂ. ലോക്കൽത്തെ ബാബക്ക് ദുബായിക്ക് കയറിയില്ലായിട്ട് പുള്ളി ഖത്തറ. ഞാൻ ദുബായിലല്ലേ. ഖത്തറിലെ കാര്യം നിങ്ങള് ഖത്തർ പോയിട്ടില്ല? ഖത്തറില് 2016 ലാസ്റ്റ് പോയത് അവിടുക്ക, പിന്നെ പോയിട്ടില്ല. അപ്പൊ 2016 മുതൽ നാട്ടിലുണ്ട്. ഇല്ലില്ല, 2016 ഞാൻ ഖത്തർക്ക് കയറി. കൊറോണ കാലത്ത് നിങ്ങൾ എവിടെ ഉള്ളത്? അവിടെ ഒരു റിട്ടേൺ ചെയ്തു അല്ലേ? കുറവാവും. ഞങ്ങൾ വിടൂല, ഇനി അവിടുത്തെ തരം വിടൂല. കോടൊക്കെ താഴ്ച പോയ ആൾക്കാർക്ക് നോക്കണ്ടേ. അല്ല ക്ലാസ് നോക്കിയാണ് സ്പീഡ് കൂട്ടിക്കാം. സ്പീഡ് കിട്ടാൻ പറ്റില്ലേ? ഇപ്പൊ അത്ര ഇതൊക്കെ ചെയ്യാ. സ്പീഡ് കൂട്ടിക്കോ. ആന കണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടേ അങ്ങനത്തെ ബാക്കിലെ സീറ്റ് ഉണ്ടല്ലോ, ആര് വെള്ളം കുത്തി വെച്ച് ആനയുടെ കഴിഞ്ഞ് എന്തോ ഒരു വെള്ളം പ്രശ്നം എങ്ങനെയാണ് ചാടി താരം ഞാൻ ഇപ്പൊ 3 പുള്ളിയായി കാറ്റിങ് കയറിയപ്പോഴേ. കയറ്റം കയറിയപ്പോഴല്ല, വണ്ടി സ്റ്റഡി ആയപ്പോൾ 3 പുള്ളിയായി. കയറ്റം കയറുമ്പോൾ ഞാൻ കുറേ വണ്ടി നിർത്തി ലെവലിൽ നിൽക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അറിയുള്ളൂ. അടിച്ചോനെ അടിച്ചുറക്കാനും പറ്റില്ലല്ലോ.
നിർത്തി കൊടുത്താൽ മതി. റിട്ടേൺ പോരും അങ്ങോട്ട് ബാസിക്കാം. റിട്ടേൺ പോരല്ല, അതൊക്കെ 5 മണിക്ക് കയറി വരുന്നവരാണ്. അവിടെ 5 മണി തന്നെയാണ് ടൈം. ഇവിടെ ഫോട്ടോ എടുക്കാൻ ഇതിലേക്ക് നിന്നിട്ട് സോളാർ ഡാമൊക്കെ ഉണ്ട് അവിടെ. 4 മണിക്ക് ബൈക്ക് നിൽക്കും, 5 മണിക്ക് കാറിന്റെ വലിയ ചെറിയ വണ്ടികളും നിൽക്കും സർവീസ്. ആ കയറിയാണ് ഇപ്പൊ നമ്മൾ അവിടെ കുറെ നേരം ചാടിക്കാൻ നിന്നിട്ട് കയറുമ്പോ നമ്മളുണ്ടല്ലേ, നമ്മൾ 9-10 മണിയാവും അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ. അപ്പുറത്തുണ്ടാവും. മഴ മാറിയോ? അത് നേരത്തെ ഇതല്ലേ ലൈറ്റൊക്കെ ഓണാണ്. ഓഫാക്കിട്ട് ക്ലാസ് ഉണ്ടാവില്ലേ? ആകെ ആവിയോ താഴത്തുള്ള കാത്തുണ്ട്, ടാങ്ക്സ് ഒക്കെ വരുന്നു. എല്ലാരും ഒരേപോലെ ആവൂലേ? വണ്ടിന് ഇങ്ങനെ ഇരിക്കണേ, ആ പെണ്ണിനെ വണ്ടിയുടെ ഉള്ളിട്ട് ഇയാൾ പുറത്ത് വണ്ടി അവന്മാര് മുന്നിൽ കയറിക്കണ്. വെറുതല്ല. അങ്ങനെ നല്ലത്. വണ്ടി വരികയാണില്ലേ, അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. അവിടെ KSRTC അവിടെ. ഓ ഇതിൽ അങ്ങനെ KSRTC സൈഡ് കൊടുക്കുക. മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. അങ്ങനെ പറഞ്ഞൊരു ടീം ഒരാളുണ്ടല്ലോ. എന്താണ് ഒരു ഭാഗം കയറും. KSRTC നിൽക്കാൻ രക്ഷപ്പെട്ടു. സമയം എത്രയാടാ? ഒന്നുകൂടി ചാരട്ടോ. ഡ്രൈവർമാരൊക്കെ സമ്മതിക്കുന്നല്ലേ. എന്താ പത്തനംതിട്ട നല്ല ഭയങ്കര സൂപ്പർ മഴ അല്ലേ? പെയ്യുമ്പോ ഇങ്ങനെ പെയ്യണം. ഞാൻ ബൈക്ക് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഭയങ്കര ഇതല്ലേ, ബൈക്കോ അങ്ങനെ ഇങ്ങനെ. ഇങ്ങനെ ബൈക്കിന് വരണ്ട് നല്ല രസമാണ്. ഞാൻ വരും, വീഡിയോ എടുക്കാനായിട്ട് വരും. വീഡിയോ എടുത്താൽ മതിയതാ. ഓണാക്ക് ഓണാക്ക് ബാബു, ഓണാക്ക് ഓണാക്ക് ഓണാക്കിയാ മതി. കുറച്ച് ബാക്കിൽ നമുക്ക് സാധനം ഓണാക്കിയാ നമ്മളെല്ലാരും കാണുമല്ലോ. .5 അല്ലേ? നല്ല മഴയാണ്. ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ, സൂപ്പർ മഴ, സൂപ്പർ സൂപ്പർ മഴ എന്ന് പറഞ്ഞിട്ടല്ലോ, പേരും മഴ. ഫുള്ള് കോടമഞ്ഞ്. ആഹാ അടിപൊളി. റോഡിന്റെ 2 സൈഡും അടച്ചി, വല്ലാണ്ട് അടച്ചിക്ക് ഇറക്കണ്ട. ഡ്രഗ് ഫ്രീ സോൺ. വൈബ് വൈബ്. ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താ അറിയാം? കണ്ണി ഈ കോടയുടെ ട്രാഫിക്കായി. അവിടെ നിന്ന് വലിയ ലോറി വരുന്നുണ്ട്. അത് കാരണം ഇപ്പോൾ അവിടെ നിന്ന് വണ്ടി ബാക്ക് അടിച്ച് പോരുക. കാര്യം മടക്കിച്ചിട്ട് ഇരിക്കാലോ. ഓ ബ്യൂട്ടിഫുൾ, ഫാന്റാസ്റ്റിക്. ഇത് കാട്ടുകൂടെ പോണല്ലേ? കാറിനല്ലേ? അല്ല, 2 സൈഡും പാടെ. തലച്ചോറ് നായാക്കി അയ്യോ വള്ളം കലക്കി. നല്ല അട്ടി ഉണ്ടാവും. ഒരു സൈഡ് ഭയങ്കര കൊക്കയാണ്,
വമ്പം വെക്കാം. ഒരു സൈഡ് ഫുള്ള് പാറകൾ. പണ്ട് KSRTC വരുമ്പോഴാണ് പേടി. ഡേഞ്ചറാണ്, ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. നല്ല കോടുണ്ടേ. ഇപ്പൊ സമയം 6:30 മണി അല്ലേ? വൈകിട്ട് 6:40 പോകും. ഒരു 8 മണി 8:30 ആകും ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ. കാണേണ്ടതാണ്. മെല്ലെ 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 മെല്ലെ. മേലെ ഇവിടെ ആനപ്പിണ്ട കിടക്കണ നോക്ക്. ചാത്തിരിപ്പുഴയും ആനുണ്ടോ? വണ്ടിയാ ഞാൻ പൊന്തളക്കണ്ടേ. ആനൊക്കെ വെറ്റേ. നേരത്തെ ആന ഇറങ്ങി റാമിയോളെ മടച്ചോനെ. അയ്യോ എന്താ ആനില്ലായി? ആനൊക്കെ ഉണ്ടാവും. ഫോണടിക്കുക കണ്ടാലല്ലേ പൈസ പോരാവുള്ള. അങ്ങോട്ടൊരു റേഞ്ച് വന്നിട്ടോ. ഇനി എടുത്തോളി. വാട്സപ്പ് മെസ്സേജ് ഒക്കെ വന്നു. അവിടുത്തെ കുറെ വണ്ടി നിർത്തിയിട്ടുണ്ടോ? അല്ല ആന വണ്ടി വരുന്നുണ്ടോ അവിടെ? സിബിലി മെസ്സേജ് കണ്ടു. എടാ എടുക്കള നെറ്റ് ഉണ്ടാവില്ല, അതാണ്. നമ്മളവിടെ വെള്ളമൊക്കെ മഴ പെയ്തിട്ട് റോഡ് ഇടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പോയി നമുക്ക് ആ വണ്ടി നോക്കാം. ഒരു സൈഡ് കയറ്റിയാ, ഒരു സൈഡ് കയറ്റിയാ അമ്മച്ചിനടുത്തോടൊക്കെ ഇട്ടോക്ക്. പിന്നെ എങ്ങനെ വണ്ടിക്ക് വലിക്കാം? അങ്ങനെ മതി. ഞാൻ ആ വണ്ടി പോയിക്കോട്ടെ. നല്ലണ്ട്. എന്റെ അളിയ അസറു, പിന്നെ ഇസ്മായില്, ബാബു, ഞാനും. മക്കളെ കറക്റ്റ് കാണില്ലല്ലോ വെളിച്ചത്തിന്. കോടാ അങ്ങനെ വിട്ട് കൊടുക്കില്ല. മിന്നിച്ചു കൊടുക്കും. അത് വേണ്ട. ഓം ബ്രൈറ്റ് ഇട്ടില്ലേ? ഓ ഡിമ്മിട്ടറല്ലേ വരുന്നു. പിന്നെന്താ? ആ ഡിമ്മിട്ടറായിരുന്നു. ഓ ബ്രൈറ്റ് അടിച്ചു തരുമായിരുന്നു. നമ്മള് നിർത്താൻ ആ കോട പോയടാ. പോയും ചെയ്ത ഡബിൾ സ്റ്റാർട്ടറായിട്ട് വേണം വണ്ടിക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പോയിന്റ് പോയിട്ട് ആ വണ്ടി നമ്മൾ ഇനി നോക്കാം. എല്ലാരും നിർത്തിയിരിക്കാണ് അവിടെ. ഇറക്കൊന്നും ആയിട്ടില്ല മക്കളെ. എന്നാലും നമ്മൾ ഇതേമാതിരി വണ്ടി വന്നാലോ ഒക്കെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ അതേ കണ്ട കാണാനൊക്കെ ഉണ്ട്. ഇവിടെ പകല കണ്ടോ വെള്ളം കുടിക്കാൻ മൃഗങ്ങൾ വരെ കാണാം. നമ്മള് കഴിച്ചിലയക്കാണ്. അവിടെ നിൽക്കണ ആരതാ നമ്മള് നാത്ത കണ്ടില്ലേ? അതൊക്കെ റോട്ടിൽ ഇറങ്ങേണ്ട സമയം. ഇപ്പൊ റോട്ടിൽ ഇറങ്ങിണ്ടാവും. ഒരു 5 മിനിറ്റ് മണി കഴിഞ്ഞിട്ടുണ്ടായി. ഓൽക്ക് കുറച്ചല്ലോ, ഓൽക്കറിയാം. ഇത് ഇറങ്ങിയാൽ എന്താ അറിയോ? നമ്മളിങ്ങനെ റിവേഴ്സ് എടുത്ത് റിവേഴ്സ് ഓൽക്ക് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ എത്തിയാൽ ഓല് ഇറങ്ങി. ഒരു സ്പേസ് ഉണ്ട് ഓൽക്ക് ഇറങ്ങാനും കയറാനും. അതുവരെ ഓല് റോട്ടിൽ കൂടെ നടന്നു പോകും. അങ്ങനെയൊക്കെ ആക്കിയ ഒരു തോണ്ടലാണ് താഴത്ത്. കൊടും കാടാണ്. കൊടും കാട് എന്ന് പറഞ്ഞാൽ കൊടും കാടാണ്. ഒന്നും കാണാൻ ഒന്നും കാണാൻ ചേട്ടാ. ഒന്നും കാട് നിങ്ങൾ എന്ത് പണി ഞാൻ നമ്മളെ ഫോൺ വിളിച്ചാല് ഫോട്ടോഷൂട്ടിന് നിങ്ങൾ എന്ത് പണിയാ കാട്ടിയെന്ന്. ഡിമ്മിടോ ഫോൺ കിട്ടി കൊടുക്കണേ. നിങ്ങളെ പറയാൻ നിൽക്കണ്ടല്ലോ. കൊടുക്കാൻ ഇട്ട് കൊടുത്തൊരു പോത്തിക്കും.
ഇവിടെ കാണില്ലേ നിങ്ങൾ ഈ കോലൊക്കെ കോല് കാണായിട്ടപ്പോ മാറ്റുമ്പോഴേ വിജയ് വെപ്രാളം പിടിക്കൊന്നും വേണ്ട. അങ്ങനെ വരുമ്പോ അവിടെ നിർത്തുക, ഒരു കുറച്ച് ഇതാക്കിയിട്ട് എന്തിനാണ്ട് ബ്രേക്ക് ഇട്ട് അവിടെ നിന്നാ മതി. ഇത് അങ്ങനെ പോണമെന്നൊന്നുമില്ല, അവിടെ നിർത്തിക്ക വണ്ടി. ആ ബാക്കിൽ വരുന്നവന് ബ്രേക്ക് ആണ്. അപ്പൊ ഒന്നാണ് തിരിച്ചിട്ട് അടിച്ചു കയറി പോന്ന ഓന് മലപ്പുറം ജില്ലയിലുള്ള അതാണ്. കാസർഗോഡാണ് അടിച്ചു കയറി ബാ. അത് ഓല അങ്ങനെ നമ്മളെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ പറയും. ഇറക്കണ്ട അയ്യോ ഓലോട് പോകട്ടെ ഒരു സൈഡിൽ കൂടെ നമ്മളെ സാരിയിട്ട് അന്നാന്റെ കാര്യത്തിലെ പേടിയായി. ഞങ്ങൾ 3:30 മണിക്ക് മുള്ളിയാറിന് സ്ഥലത്ത് കൊണ്ട് കേറിയിട്ട് പണ്ടാരം മുള്ളിയല്ലേ അവിടെ പിന്നെ ആന
ഓണാക്കി പിടിച്ചിരുന്നു. ഇതിന്റെ ഇതോടെ ഓണാണ്. അന്റെ കുട്ടിയാ ഇത് ഓണാണ്. സമാധാനായി ഒന്നിനെയും കണ്ടല്ലോ. മാഞ്ഞപ്പെട്ട് നാനല്ലേ ഇപ്പൊ സിംഗും പുള്ളിയൊന്നും വെച്ചത് വരാനുണ്ടാവില്ല. അല്ലെങ്കിൽ മാനിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടിട്ട് ചിലപ്പോൾ ഓടി കേസിലായതാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇവിടെ താമസിക്കുള്ളൂ. കാരണം എന്താ പറയുക, ആളുള്ളോടത്ത് മറ്റുള്ളവർക്ക് പുലി ഇതൊക്കെ ഉള്ളതുകൊണ്ട് പുലി അല്ലാണ്ട് ഇങ്ങോട്ട് വരില്ല. ആളില്ലാത്തവർക്ക് വരും. ഇതൊക്കെ നമ്മൾ ഇവിടെ ഒരു വലിയൊരു ഒരു ഒരു മാനുണ്ട്. അരപ്പല്ലേ നല്ല സാമ്പാറും ദോശയും പൊറാട്ടൊക്കെ ഉണ്ടാവും. വണ്ടിക്ക് ഇത് റോഡാണേ. അങ്ങോട്ട് കേട്ടില്ല. ബ്രേക്കിൽ കാണില്ല. ബ്രേക്കിൽ കാണില്ല. ബ്രേക്കിൽ കാണില്ല. ഇവിടുന്ന് കേട്ടിട്ടില്ല. അത് ആരാണ്? അതിനടെ ഒരു വണ്ടിയും കാണാൻ ചെയ്യാം. റോഡ് മാറിക്കണോ? റോഡ് മാറിക്കണം. ഭാഗില്ല ഇവിടെ ടൗണിലൊരു ഒരു മാനുണ്ട്. നമ്മളടുത്ത് പോയി ഇവിടെ തന്നെ ചേട്ടാ ചായ ഉണ്ടോ? ഇവിടെ നിൽക്കാൻ ഭയങ്കര രസമാണ്. അതിന് മഞ്ഞുണ്ട്. ഇവിടെ വെച്ചിക്കോ. ഒരു ഇലക്കൊണ്ടൊക്കെ വെച്ചിട്ട് പോയാൽ മതി. ഇവിടെ ആൾക്കാണ്ടല്ലോ. ഇവിടെ നിങ്ങൾ അവിടെ പോകണം. അപ്പൊ നമ്മള് മലക്കപ്പാറ എത്തില്ലേ? വളരെ കഷ്ടപ്പെട്ടിട്ടാട്ടോ ഞങ്ങൾ ഇവിടെ എത്തിയത്. രണ്ടാന അപ്പുറം ഇപ്പുറം രക്ഷപ്പെട്ടു പോന്നു. പുറത്ത് നല്ല കോടയാണ്. ഫുൾ കോട. ഫോട്ടോ ഒന്നും ക്ലിയർ ആയിട്ടില്ല. ഒക്കെ ബെറായിട്ട്
അടിപൊളി സ്ഥലമാണ്. ആ പകലാണ് കിട്ടേണ്ടത്. അവിടെയാണ് മക്കളെ കോടയുടെ 5 കളി. പക്ഷെ ഇവിടെ ഇപ്പം തന്നെ കോടായിട്ടോ, ഫുള്ള് കോടയാണ്. സമയമുള്ളവരൊക്കെ കണ്ടോളൂ. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു. ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാം. നമ്മള് ഗ്രൂപ്പിൽ കിട്ടിയെന്നല്ലോ. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ്, നമ്മൾ കേരള ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ തമിഴ്നാട്ടിലോട്ടുള്ളത്. ഇപ്പൊ വാങ്ങിച്ചോട്ടെ. തമിഴ്നാട്ടിലാണെങ്കിലും ഇവിടെയൊക്കെ ഒക്കെ അതൊക്കെ തമിഴന്മാർ തന്നെയാണ്. അപ്പോൾ നമ്മളങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവാണ്. ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ നേരെ ഇനി പാലക്കാട്, പൊള്ളാച്ചി പാലക്കാട് വെച്ച് പിടിക്കുകയാണ്. എന്നാലും നല്ല കോടമഞ്ഞാണ് എവിടെ അല്ലേ, നല്ല കോടമഞ്ഞാണ്. നമ്മൾ ഇതുവരെ കോടമഞ്ഞല്ലേ ഉണ്ടായിരുന്നത്. ഞാൻ പോകുന്നതിന്റെ ശമ്പളം കൂട്ടി ചോദിച്ചു, കൂട്ടി തന്നിട്ട് എല്ലാ ശമ്പളം കുറയ്ക്കുകയും ചെയ്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ ആക്സിഡന്റ് നടന്ന് ഞാൻ റിവേഴ്സ് ഇട്ടാണ്. അത് മറ്റേ C-class ബെൻസ് 500 ഉണ്ട്. അതൊക്കെ മുന്തിയ സാധനം. നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ അയാളെ പറഞ്ഞ കാര്യം പറഞ്ഞു. റിവേഴ്സ് ഇട്ടപ്പോൾ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, ഡോർ ഉള്ളിൽ പോയി. അയാളുടെ കാര്യം പറഞ്ഞപ്പോൾ അയാളാണ് മുഷ്കിൽ ആദ്യം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കുവൈത്തി അറിഞ്ഞ് അവിടുത്തെ മിസിരി, അവിടുത്തെ ആരിസ് ഉണ്ട്, ഓൻ പറഞ്ഞു കൊടുത്ത്. അപ്പം എൻ്റെ കുവൈത്തി എന്തെന്നാ പറയാ, ഫുള്ള് ബ്ലോക്ക്. ഒരു ചെകിര സ്ഥലം ഒഴിവില്ലാതെ ഫുള്ള് ബ്ലോക്ക്. മൂന്നാറില് നമ്മൾക്ക് എവിടെയൊക്കെ ഒരു സ്ഥലം ബൈക്ക് പോണ് അല്ല, കാറില്. അതിനുള്ള ഒറ്റക്കോ? ഞാനും ഭർത്താവും ഞങ്ങളുടെ ഫാമിലി ഉണ്ട് എൻ്റെ ഭാര്യയും മോൻ്റെ ഭാര്യയും കുട്ടികളുണ്ട്. ഫാമിലി ഞങ്ങൾ രണ്ടുള്ള ഫാമിലി. അങ്ങനെ മൂന്നാറിലെത്തി. ഒരു സ്ഥലം കാണാൻ പറ്റില്ല. ഇതാണ് നമ്മളെ വാൽപ്പാറയിലെ നമ്മളെ പൂക്കളുള്ള തേയിലത്തോട്ടം. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. രാത്രി ആയതുകൊണ്ട് ഇത്രേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഹുദാ ഹവ. ആ എന്ത് രസമുണ്ട്. ഇതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ മഞ്ഞുള്ള സ്ഥലം. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന പെണ്ണുങ്ങൾ ഇഷ്ടം.